ഹായ് ഓൾ, മുഖം കാണിക്കാതെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 4 ടോപ്പിക് അതിലുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണുക. ബാക്കിയുള്ള 4 ടോപ്പിക് ഈ ഒരു വീഡിയോയിലായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 4 നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി കാണുക. പിന്നെ 5ാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ട്രാവൽ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്. അതായത് പുറത്ത് എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് അത് നമ്മൾ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അതിൽ നിങ്ങൾ മുഖം കാണിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സും ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. എപ്പോഴും നിങ്ങൾ ഒരേ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാതെ പല വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വേണം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സും അതുപോലെ തന്നെ യൂട്യൂബിൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സും പിന്നെ റീച്ച്, എൻഗേജ്മെന്റ്, ഗ്രോത്ത് ഒക്കെ ലഭിക്കണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പരിചയപ്പെടുത്തണം. അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടോപ്പിക്കാണ് ഈ ട്രാവലായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതിൽ വിദേശത്തേക്ക് പോകണമെന്നല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ 6ാമത്തെ ടോപ്പിക്കാണ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ നിരവധി ലോണുകൾ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പല ആൾക്കാർക്കും ക്യാഷിന്റെ ആവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ ബാങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കും, എത്ര ശതമാനം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കും, ഇൻട്രസ്റ്റ് കുറവുള്ള ബാങ്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ലോണ്, സ്റ്റഡി ലോണ്, അതുപോലെ തന്നെ ഹോം ലോണ്, പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള ലോണുകളുണ്ട്. ആ ലോണുകളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ദിവസം ഓരോരു കണ്ടന്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ലോൺ മാത്രമല്ല, കോളേജ് ആയാലും ശരി, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലായാലും ശരി, നമുക്ക് ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ ബന്ധപ്പെടേണ്ടത്, കോണ്ടാക്ട് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കണ്ടന്റ് രൂപത്തിലാക്കിയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒരു അരമണിക്കൂറിന്റെ വീഡിയോ എവിടെയെങ്കിലും ബീച്ചിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഉള്ള ഒരു പ്ലേസിൽ പോയിട്ട് നിങ്ങൾ ഒരു ഷൂട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ പാർട്ടാക്കിയിട്ട് ആ പാർട്ടിന്റെ മുകളിൽ നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് ആയിരിക്കണം അതിന്റെ പിന്നെ ഡീറ്റെയിൽസ് പിന്നെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വോയിസ് ഇടുമ്പോൾ അതിനൊരു പിന്നെ ചില ടെക്സ്റ്റ് ഫോമും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് കാണിക്കാനുണ്ടാവും. അത് അത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആ വീഡിയോയുടെ മുകളിൽ ടെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ കുറച്ചൊക്കെ എഡിറ്റും കാര്യങ്ങളൊക്കെ ഇതിനെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ 7ാമത്തെ ടോപ്പിക്കാണ് ആനിമൽ ആയിട്ട്. നിങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ, പൂച്ചയായാലും ശരി, പട്ടിയായാലും ശരി, ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഈ ബേർഡ്സ് ആയാലും ശരി, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി പിന്നെ നിങ്ങളുടെ അതിന് നമ്മൾ തീറ്റ കൊടുക്കുന്നതും അതുപോലെ തന്നെ അതിനെ പിന്നെ പരിപാലിക്കുന്നതും അതിനെ കുളിപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒരു റീലായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. അതിന് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ദിനചര്യ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു റീലായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. 8ാമത്തതാണ് എഡ്യൂക്കേഷൻ കണ്ടന്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ജനറൽ നോളജ് ആയാലും ശരി, അതുപോലെ തന്നെ മാത്സ് ആയാലും ശരി, ക്വിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ടെക്സ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ മുകളിൽ ഒരു ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ആൻസർ ഫോളോവേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടോ നമ്മൾക്ക് പിന്നെ വരുത്തിക്കുന്ന രീതിയിൽ, അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും പിന്നെ ക്വസ്റ്റ്യൻസുകൾ ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ല? ജനറൽ നോളജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അതിന്റെ അകത്ത് ഉത്തരം ഇടാനുള്ള ഒരു മൈൻഡ് വരും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് റീച്ച് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ലൈക്കും കമന്റ് ഒക്കെ കൂടുതൽ വന്നാൽ തന്നെ നമുക്ക് അതിന് പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ട് ഗ്രോത്ത് ലഭിക്കും. മനസ്സിലായി? അപ്പോൾ ജനറൽ നോളജ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കണ്ടന്റ് രൂപത്തിലാക്കിയിട്ട് ഡെയിലി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും ആൻസറൊക്കെ നിങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വെച്ചിട്ട് അതിന്റെ മുകളിൽ ടെക്സ്റ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു കണ്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെലക്ട് ആക്കിയിട്ട് നിങ്ങളോട് ചെയ്തിട്ട് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ശരി നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തന്നെ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. എങ്ങനെയാണ് അത്തരത്തിലുള്ള വീഡിയോ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ 4 ടോപ്പിക്കോളം അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വെച്ചിട്ട് ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പം അതിൽ 4 ടോപ്പിക്ക്: ഒന്ന് ന്യൂസ് എക്സ്പ്ലെയിനർ, 2ാമത്തത് മോട്ടിവേഷൻ, 3ാമത്തത് ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ടത്, 4ാമത്തത് എഡ്യൂക്കേഷൻ, അതായത് ജനറൽ നോളജ്, ക്വിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ്. അപ്പം ഇത്തരത്തിലുള്ള ഈ 4 കണ്ടന്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇത് വീഡിയോ വെച്ചിട്ട് അതിന് മുകളിൽ ടെക്സ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തുതരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പിന്നെ കമന്റിൽ രേഖപ്പെടുത്തുക, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്നുകിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റിലോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ. ജയ് ഹിന്ദ്.